പ്രൈസ് ദി ലോർഡ്. നമ്മള് റോമാലേഖനം 12 അധ്യായം കഴിഞ്ഞിരുന്നു. 13 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന: ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം അത് കർത്താവിന്റെ കൽപ്പനയാണ്. 119 സങ്കീർത്തനത്തിന്റെ 47 വാക്യത്തില് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ഇവിടെ പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം: ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. പക്ഷെ ആത്മാവിൽ നമ്മൾ ദൈവകൽപ്പനകളിൽ പ്രമോദിക്കുമ്പം തന്നെ നമ്മുടെ ജഡം ഈ പറഞ്ഞ അധികാരങ്ങളോട് നിരന്തരമായിട്ട് മത്സരിക്കാനുള്ള ടെൻഡൻസി ഉള്ളത്. അതിന്റെ കാരണം അത് സാത്താനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ജഡം ഇരിക്കുന്നത്. നമ്മളോട് റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്: ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. നമ്മുടെ ജഡത്തിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് മത്സരിക്കാനും നമ്മളെ തന്നെ ഉയർത്താനും കീഴടങ്ങാതിരിക്കാനും ഉള്ളതാണ്. പക്ഷെ ആത്മാവ് എപ്പോഴും കീഴടങ്ങലില്ല സന്തോഷിക്കുന്നത്. കാരണം അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരു യാത്രയിലായിരിക്കുമ്പം നമ്മൾ കീഴടങ്ങ് വഴി നമ്മുടെ ഉള്ളിൽ വലിയ അളവിലുള്ള ഒരു ശുദ്ധീകരണം വരുന്നുണ്ട്, മത്സരത്തിന്റെ ആത്മാവിൽ നിന്ന്. നമുക്കറിയാം, ലൂസിഫറിന്റെ ആത്മാവ് മത്സരത്തിന്റെ ആത്മാവാണ്. ആത്മാവിന്റെ പ്രത്യേകത തന്നെത്താൻ ഉയർത്തുന്ന എന്ന് പറഞ്ഞ അധികാരങ്ങളുടെ മേലെ തന്നെത്താൻ ഉയർത്തുന്ന ഒരു ആത്മാവ്. ഈ ലോകം അതിന്റെ അന്ത്യ സമയത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാ അധികാരങ്ങൾക്കും എതിരായിട്ടുള്ളതാണ്. അധികാരങ്ങൾക്ക് വഴങ്ങാത്ത, അധികാരങ്ങൾക്ക് കീഴ്പ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വരവ് അടുക്കും തോറും ആ നിലയിലുള്ള ദുഷ്ടകരമായ ഒരു വളർച്ച ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും കീഴടങ്ങുക, അനുസരിക്കുക, വിധേയപ്പെടുക എന്നുള്ളതാണ് അവർക്ക് സന്തോഷം തരുന്ന കാര്യം. നമ്മൾ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്: എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻ ഹിതത്തിൽ എൻ മോദം, ആകർഷിക്കെന്നെ നിൻ കൃപയാൽ രക്ഷക നിൻ പിൻചെല്ലാൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജഡത്തിൽ എപ്പോഴും ഒരു എതിർപ്പുണ്ട് ദൈവത്തിന് എതിരായിട്ട്. പക്ഷെ നമ്മളെപ്പോഴും ആത്മാവിലാണ് ദൈവത്തിന്റെ പിന്നാലെ പോകുന്നത്. ആത്മാവിൽ എപ്പോഴും നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുന്നതിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദിനംപ്രതിയുള്ള നടപ്പിൽ ഈ ഒരു പോരാട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏതളവിൽ നമ്മൾ അനുസരണത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ആ അളവിലാണ് ഈ മത്സരത്തിന്റെ ആത്മാവിൽ നമ്മൾ സ്വതന്ത്രരാകുന്നത്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ: നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഈ അനുസരണത്തിന്റെ വഴിയിലാണ് പാപത്തിൽ നിന്നുള്ള, പിശാചിന്റെ സ്വാധീനത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ പ്രാപിക്കുന്നത്. എന്നാൽ എഫെസ്യർ 6-ാം അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അതിന്റെ 12-ാമത്തെ വാക്യം, എഫെസ്യർ 6:12: നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എപ്പോഴും നമ്മൾ സാത്താനോടുള്ള ബന്ധത്തിൽ നമ്മൾ നിരന്തരമായ ഒരു പോരാട്ടത്തിൽ, നമ്മൾ ഒരിക്കലും സാത്താനെ അനുസരിക്കത്തില്ല.
സാത്താന് വിധേയപ്പെടത്തില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിനും ദൈവത്തിന്റെ കൽപ്പനകൾക്കും നമ്മളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കും. സാത്താന് കൊണ്ടൊരു അധികാരം, പക്ഷെ അധികാരം ദൈവം കൊടുത്തൊരു അധികാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്ന 13-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന അധികാരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠ അധികാരം. അധികാരത്തിന് കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു അധികാരം. ഈ ഭൂമിയില് ഇങ്ങനത്തെ അധികാരങ്ങൾ ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ആകപ്പാടെ കലക്കവും ഭീകരതയും കൺഫ്യൂഷനും ആയിരിക്കും. അപ്പൊ അധികാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഏത് മനുഷ്യനോടുള്ള ബന്ധത്തിലും ദൈവകൽപ്പന, ദൈവം വെച്ച അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികാരത്തിന് വിധേയപ്പെടുക, കീഴടങ്ങുക എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പല ഭാഗത്തും ഈ കാര്യം തുടർച്ചയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് വചനത്തില്. തീത്തോസിന്റെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും. നാച്ചുറലായിട്ട് നമ്മളുള്ള ടെൻഡൻസി കീഴടങ്ങാനും അനുസരിക്കാനും അല്ല, മത്സരിക്കാനും ശാഠ്യം കാണിക്കാനുമാണ്. പക്ഷെ നമ്മളോട് പറയുന്നു വാഴ്ചകൾക്കും അധികാരം കീഴടങ്ങി അനുസരിക്കാനായിട്ട് നമ്മളോട് ഇവിടെ ആവശ്യപ്പെടുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തില് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സോറി 1 പത്രോസ് അല്ല, 2:14. 1 പത്രോസ് 2:14 നമ്മളിങ്ങനെ വായിക്കുന്നത്: സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രേഷ്ഠ അധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവീൻ. ഇവിടെ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ. അപ്പൊ കർത്താവിൻ നിമിത്തം എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ചന്ദ്രക്ക് മേശയ്ക്ക് അഭ്യന്തരകോ അവരുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ രാജാവ് ഒരു ബിംബത്തെ നിർത്തിയിട്ട് നമസ്കരിക്കാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കത്തില്ല, മരിച്ചാലും നമസ്കരിക്കും. കാരണം അത് മനുഷ്യ നിയമമാണെങ്കിൽ ദൈവ നിയമത്തിന് എതിരായിട്ടുള്ള ഒരു നിയമമായിരുന്നു. പക്ഷെ അവർക്ക് ദൈവം യഹൂദന് കൊടുത്തൊരു കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്. അപ്പൊ അത് ദൈവത്തിന് വിരുദ്ധമായിട്ട് വന്നപ്പോൾ അവരതിനോട് സൗമ്യമായിട്ട് വിയോജിച്ചു. പറ്റത്തില്ല എന്ന് പറഞ്ഞു. മരിച്ചാലും ദൈവം വിടുവിക്കും, അല്ല വിടുവിച്ചില്ലേലും ഞങ്ങള് ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഈ കർത്താവിൻ നിമിത്തം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്, കർത്താവിനെ പ്രതി. അപ്പൊ കർത്താവിന്റെ കൽപ്പനകൾക്ക് നേരെ വിരുദ്ധമായിട്ട് വരുന്നിടത്ത് നമ്മൾ അതിനോട് വിയോജിക്കും. മത്സരിക്കുകയല്ല, വിയോജിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മത്സരമല്ല കൊണ്ടുവരുന്നത്, ഒരു വിയോജിപ്പിന്റെ ആത്മാവും കൊണ്ട് നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുകയും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു, അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ഇവിടെയും ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ ദാനിയേൽ പ്രവചനം 4:17 ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യൻ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്ത് ജീവനോട്ടിരിക്കുന്നവർ അറിയേണ്ടതിന്
ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയുമാകുന്നു. ഇവിടെ പറയുന്നത് അത്യുന്നതനായവനാണ് സകല രാജ്യത്വത്തിന്മേലും വാഴുന്നത്. അതുപോലെ 4-ാം അധ്യായത്തില് അതിന്റെ 37-ാമത്തെ വാക്യത്തില് നെബൂഖദ്നേസർ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്വനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികൾ സത്യവും അവന്റെ വഴികൾ ന്യായമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. അധികാരങ്ങളും എല്ലാം ദൈവത്താലാണ് നിർണയിക്കപ്പെടുന്നത്. ദൈവമാണ് ഇതിന്റെ പിമ്പിലുള്ള ഒരാള്. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നു, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങി അനുസരിക്കാനായിട്ട് നമ്മളോട് പറയുന്നു. തുടർന്ന് 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ദൈവത്താലാണ് അധികാരങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. നമുക്കറിയാം, ഒരു സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെ തൊട്ടേ നമുക്ക് ഈ ഒരു അധികാരത്തിന്റെ ഒരു നിയമനം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് എഫെസ്യർ 6 അധ്യായത്തിൽ പറയുമ്പം മക്കളോട് പറയും, നിങ്ങളുടെ അമ്മമാരെ കർത്താവിൽ അനുസരിപ്പീൻ. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ ഈ അനുസരണത്തിലാണ് വളരുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിലും നമ്മൾ ആ ഒരു ആത്മാവുള്ളവരായിരിക്കും. താഴ്മയുടെയും അനുസരണത്തിന്റെ ഒരു ആത്മാവുള്ളവരായിരിക്കും. നമ്മൾ കുടുംബത്തിൽ മത്സരിക്കുന്നവരാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ ചെല്ലുന്ന എല്ലായിടത്തും മത്സരികളായിരിക്കും. എല്ലാ അധികാരങ്ങളോടും നമ്മൾ കയർത്തോണ്ടേയിരിക്കും, മത്സരിച്ചുകൊണ്ടേയിരിക്കും. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നുണ്ട്, ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യസനം ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ തന്നെ താഴ്ത്തുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് കുടുംബത്തിൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഒരു പുരുഷനും സ്ത്രീയും കൂടിയാണ് ഒരു കുടുംബം ആരംഭിക്കുന്നത്. അവിടെ തന്നെ പുരുഷനെയാണ് തലയാക്കി വെച്ചിരിക്കുന്നത്. ആ പുരുഷന് സ്ത്രീ കീഴടങ്ങിയിരിക്കുന്ന കണ്ടു വേണം കുഞ്ഞുങ്ങൾ വളർന്നു വരാനായിട്ട്. അല്ലെ, അപ്പന് അമ്മ കീഴടങ്ങുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ ഒരു ആത്മാവിനെ വേണം ഒരു കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ. അവർക്ക് മാതൃക ആയിരിക്കണം അവരുടെ മാതൃക എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മത്സരത്തെ വളരെ ലളിതമായിട്ട് എടുക്കാറുണ്ട്. അത്ര ഗൗരവമുള്ളൊരു കാര്യമായിട്ട് എടുക്കാറില്ല. അതിന്റെ അനന്തര ഫലമാണ് ഇപ്പൊ ഒരു ഭവനത്തിലേക്ക് മത്സരത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരുന്നത് പ്രാഥമികമായിട്ടും ഒരമ്മ അല്ലെ ഒരു ഭാര്യയായിരിക്കും. അപ്പൊ ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയപ്പെടുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ മത്സരത്തിന്റെ ആത്മാവ് ആ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും. എപ്പോഴും സാത്താന് അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ മത്സരത്തിന് വഴി തുറന്നു കൊടുക്കുന്നത് സഹോദരിമാരോടുള്ള ബന്ധത്തിലാണ്. നമ്മള് 1 പത്രോസ് 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാണ്. അവിടെയും പറയുന്ന ഒരു കാര്യം, ഒരു ഭർത്താവ് അനുസരണം കിട്ടാനാണെങ്കിൽ, വചനം അനുസരിക്കാത്തവനാണെങ്കിൽ ഭാര്യയുടെ മാതൃക കണ്ടിട്ട് ചേർന്ന് വരുവാനിടയാണ്. അപ്പൊ സാത്താൻ എപ്പോഴും ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ ആദ്യം ഈ മത്സരത്തിന്റെ ആത്മാവിനെയാണ് കൊണ്ടുവരുന്നത്. എന്തേലുമൊക്കെ അസംതൃപ്തിയുടെ പേരില് പുറവെറുപ്പും മത്സരവും കയ്പും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ നാശത്തിന്റെ വിത്ത് ഭവനത്തിൽ വിതയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ഏതളവിൽ അധികാരങ്ങൾക്ക് വിധേയപ്പെടുത്തി കൊടുക്കുന്നോ ആ അളവിൽ നമുക്ക് ദൈവിക വ്യവസ്ഥയെ വളർത്താനായിട്ട് കഴിയും. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അധികാരത്തോട് മറുക്കുന്നുണ്ടോ. 2-ാം വാക്യം, ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഈ അധികാരത്തോട് മറക്കുന്ന പലരും ഒഴിഞ്ഞു പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടാതെ, സ്വാധീനം മൂലം ശിക്ഷിക്കപ്പെടാതെ, പിടികൊടുക്കാതെ കഴിയുന്നവരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അധികാരത്തേക്ക് നീണ്ടു നിൽക്കത്തില്ല. ഈ കഴിഞ്ഞ നാള് ഒരാൾ ഒരു ഏറ്റുപറച്ചിൽ നടത്തി. എനിക്ക് തോന്നുന്നു 40 കൊല്ലം മുമ്പോ ഏതാണ്ട് ഒരാളെ പുള്ളി കൊന്നു.
ഈ 40 കൊല്ലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസാക്ഷി ആക്ഷേപം ചെയ്തതാണ്. പുള്ളി പോലീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളെ കൊന്നു, ഒന്നല്ല 2 പേരെ കൊന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, പോലീസ് അത് കണ്ടെത്തി, ഒരാളെ കൊന്നെന്നുള്ളത് സത്യമായിരുന്നു. ആൾ അന്ന് തൊട്ട് മിസ്സിംഗ് ആണ്. അവസാനം അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ച് അയാൾ നിയമത്തിന്റെ മുമ്പിൽ വന്നു. എന്തുകൊണ്ട് ആ മനുഷ്യൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വയമായിട്ട് പോയിട്ട് തന്റെ ലംഘനം ഏറ്റുപറയാൻ ഇടയായി തീർന്നേ? അവന്റെ മനസ്സാക്ഷി അവനെ ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2:19 ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നമ്മളെ മനസ്സാക്ഷിയാണ് ദൈവിക അംശം നമ്മളിലുള്ളത്. ആ മനസ്സാക്ഷിയാണ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. എല്ലാ മനുഷ്യന്റെയും ഉള്ളില് ഈ മനസ്സാക്ഷിയുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ മനസ്സാക്ഷി അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ കാര്യം നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ ആ മനസ്സാക്ഷിയെ അവഗണിക്കുകയാണെങ്കിൽ മുമ്പോട്ട് പോകും തോറും ഈ കുറ്റബോധം നമുക്ക് കുറഞ്ഞു വരും. ആ സ്പർശത ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. അവസാനം ഏത് വലിയ തെറ്റും ചെയ്യാനായിട്ട് നമ്മൾ മടിയില്ലാത്തവരായിത്തീരും. അത് ആരംഭിച്ചത് മനസാക്ഷിയുടെ ആ ശബ്ദത്തോട് നമ്മൾ അനീതിപരമായിട്ട് ഇടപെട്ടതിന്റെ അനന്തരഫലമായിട്ടാണ്. പക്ഷെ മനസാക്ഷിയുടെ ശബ്ദത്തോട് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരിക്കും, കഠിനപ്പെടത്തില്ല. വളരെ പെട്ടെന്ന് നമുക്ക് പാപബോധം വരും, നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താൻ കഴിയും. പക്ഷെ ഈ മനസാക്ഷിയുടെ ശബ്ദത്തോട് നമ്മൾ ആ ശബ്ദത്തെ അവഗണിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ മനസാക്ഷി നമ്മളോട് സംസാരിക്കാതാവും, നമുക്ക് പാപബോധം ഇല്ലാതാവും. ഇത്ര വലിയ പാപം ചെയ്തതിന് ശേഷം നമ്മൾ വളരെ കൂളായിട്ട് നടക്കാനിടയായിത്തീരും. അപ്പൊ എപ്പോഴും ഈ മനസാക്ഷിയുടെ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കുകയാണെങ്കിൽ, നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു അന്യായ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷി നമ്മളോട് അത് പറയും. പക്ഷെ നമ്മൾ ആ ശബ്ദം കേട്ട് മാനസാന്തരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം കൂടുതൽ അലിവുള്ളതായിരിക്കും. ദൈവവചനത്തിന് കൂടുതൽ ഇട കാണുകയുടെ. പലപ്പോഴും നമ്മൾ ഈ ദൈവവചനം കേട്ടിട്ടില്ല, വായിച്ചിട്ട് നമുക്കത് ഓർമ്മ നിൽക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മനസാക്ഷിയോട് നമ്മൾ കാണിക്കുന്ന അവിശ്വസ്തതയാണ്. എവിടെയെങ്കിലുമൊക്കെ മനസാക്ഷി നമുക്ക് കുറ്റബോധം തന്നിട്ടും നമ്മൾ അംഗീകരിക്കുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യാതെ നമ്മൾ അതിൽ തുടരുകയാണെങ്കിൽ, ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ സംഭവിക്കുന്നത്. പല സങ്കീർത്തനത്തില് 106-ലാണോ എനിക്ക് സംശയമുണ്ട്, അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റി. ഈ മനസാക്ഷിയോട് നമ്മൾ അവിശ്വസ്ത കാണിക്കുന്നതിന് അനന്തരഫലമായിട്ട് നമ്മൾ ചില കുഴികളിൽ പെട്ടുപോകും. പിന്നെ ഒരിക്കലും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ അഡിക്ഷൻ അങ്ങനെ. ആ മനസാക്ഷി അരുതെന്ന് പറഞ്ഞത് വിലക്കി എന്ന് കേൾക്കാതെ അത് ചെയ്തതിന്റെ അനന്തരഫലമായിട്ട് പിന്നെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. ഞാനിങ്ങനെ കാണുകയായിരുന്നു, ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ളതിന്റെ അഡിക്ഷൻ പോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനും. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവീക കാര്യങ്ങൾക്കും ദൈവവചനത്തിനും ദൈവമായിട്ട് സമയം ചെലവിടാനും ഇല്ലാതായി പോവുക. കാരണം അതിനകത്തൊരു ഈ മയക്കുമരുന്ന് കഴിക്കുന്നവർക്ക് ഒരു സുഖം കിട്ടുന്ന പോലെ ഈ സോഷ്യൽ മീഡിയയിലും നമുക്കൊരു സുഖമുണ്ട്. ഇങ്ങനെ അത് സ്ക്രോൾ ചെയ്ത് പോയി പലതും കേട്ടും കണ്ടും അല്ലെ, സമയം പോകും നമ്മൾ അറിയത്തില്ല. നമ്മൾ ആരും ഉറക്കം തൂങ്ങി അങ്ങനെ ചെയ്യാറില്ല, വളരെ സജീവമായിട്ടാണ്. പക്ഷെ ഒരു വചനധ്യാനത്തിന്റെ അടുക്ക വരുമ്പോൾ അല്ലെ പ്രാർത്ഥനയുടെ ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് മടുപ്പുണ്ട്, വായിക്കോട്ട വരുന്നു, ഒരു വിരസത വരുന്നു. പക്ഷെ എതിർ തലത്തിൽ നമുക്കൊരു വിരസതയില്ല. എത്ര നേരം വേണേലും സമയം പോകുന്ന അറിയാതെ. അതിന്റെ കാരണം എന്താ? പ്രാരംഭത്തിൽ തന്നെ ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചു. അതിന് അനന്തരഫലമായിട്ട് അതിന് നമ്മുടെ മേലൊരു സ്വാധീനമുണ്ടായി. ആ സ്വാധീനത്തിൽ നമുക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി
നിലവിളിച്ച് ദൈവസ്ഥലിൽ ചെല്ലുകയാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരു കുഴിയാണ്, കാരണം നമുക്ക് സ്വയമായിട്ട് കയറാൻ പറ്റാത്തൊരു കുഴി പോലെ. ഈ മയക്കുമരുന്നിന് ഉപയോഗം അങ്ങനെ തന്നെയാണ്. ഒരു തമാശയ്ക്ക് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് പിന്നീട് സ്വയമായിട്ട് എത്ര ശ്രമിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. ഇതിന്റെ സ്വാധീനം ഒരു മനുഷ്യന്റെ ശരീരത്തിന്മേൽ അത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് പല കാര്യങ്ങളും. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിലൂടെ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളോട് നമ്മൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുകയാണെങ്കിൽ ഈ ഒത്തിരി കുഴികളിൽ നമ്മൾ രക്ഷപ്പെടും. അതിനൊന്നും നമ്മളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ അതിനെ ചെവി കൊടുക്കാതിരിക്കുകയും അതിനോട് മത്സരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നിടത്താണ് ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ച ആരംഭിക്കുന്നത്. പുറമേ നോക്കിയാൽ നമുക്കൊരു ഭക്തിയുടെ വേഷമൊക്കെ ഉണ്ടാവും, പക്ഷെ ആന്തരികമായിട്ട് ദൈവത്തോടു കൂടി നടക്കാൻ നമുക്ക് കഴിയത്തില്ല. ആ ദൈവ ശബ്ദത്തിനൊരു മനോഹാരിതയുണ്ട്, അല്ലെ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ടൊരു ആത്മാവിലൊരു സന്തോഷമുണ്ട്, അതില്ലാണ്ടായി പോകും. പുറമേ നമ്മൾ വചനം വായിക്കുന്നു, വചനം പറയുന്നു, കേൾക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആത്മാവിൽ ഉള്ള ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ അവഗണിക്കുമ്പോൾ, അതിനോട് മറക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ നമ്മൾ അറിയാതെ സാത്താന്റെ കൂടുതൽ സ്വാധീനത്തിൽ പെട്ടുപോവുക ചെയ്യുന്നു. 2-ാം വാക്യം, ആകയാൽ അധികാരത്തോട് മറക്കുന്ന ദൈവത്തോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. 3-ാമത്തെ വാക്യം, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്ര ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇരിക്കുന്നത് നന്മ ചെയ്യുന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. അപ്പൊ ഇവര് ഈ ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ഉദ്ദേശം ദുഷ്പ്രവർത്തിക്കാരെ ശിക്ഷിക്കുകയും സൽപ്രവൃത്തി ചെയ്യുന്നവരെ പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്ര ഭയങ്കരം. നമുക്കറിയാം, നമ്മളൊരു നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും. നിയമം ലംഘിച്ചതിന് ശേഷം നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാർത്ത വന്നിരുന്നില്ല, കണ്ണൂരുള്ള ഒരു പെൺകുട്ടി ഈ സൗന്ദര്യ മത്സരത്തിന് റണ്ണപ്പോ അങ്ങനെ എന്തോ സ്ഥാനത്തൊക്കെ വന്നതാണ്. അത് സിംഗപ്പൂരും കണ്ടു പോയിട്ട് വന്നപ്പോൾ ഒരു 12 കിലോ കഞ്ചാവുമായിട്ടാണ് വന്നത്. അപ്പൊ അവിടെ പറഞ്ഞത്, ഇത് ഈ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ എന്തോ ഒരു അപാകത തോന്നി. കാരണം ഇതിന്റെ കയ്യിൽ സാധനം ഉള്ളത് കൊണ്ട് ഇതിന്റെ ആ പെരുമാറ്റത്തിൽ തന്നെ ഒരു അപാകത കണ്ടു. അങ്ങനെ അവർ പിടിച്ച് ബാഗ് പരിശോധിച്ചപ്പോൾ 12 കോടിക്ക് അടുത്ത് വിലയുള്ള കഞ്ചാവായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ ആ സംഭവമല്ല, അപ്പൊ നമ്മുടെ ഉള്ളില് ഇങ്ങനെ അധികാരത്തോടുള്ളൊരു മത്സരം ഉണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഇടപെടലിലെല്ലാം ഒരു അസ്വാഭാവികതയുണ്ടാകും. കാരണം ഒരു സാത്താന് നമ്മുടെ മേലൊരു സ്വാധീനമുണ്ട്, ഒരു അസ്വസ്ഥതയും നിരന്തരമായൊരു ഭയവും സംശയവും ആകുലതയും. അതേസമയം നമ്മൾ അധികാരങ്ങൾ കീഴടങ്ങി അനുസരിക്കുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാവും, നമുക്ക് ഭയം ഉണ്ടാവത്തില്ല, ഒരു ധൈര്യമായിരിക്കും ഉണ്ടാവും. ഇനി അധികാരമുള്ളവരെ കാണുമ്പോഴും നമ്മൾ സ്വസ്ഥരായിരിക്കും. ഇവിടെ ഏതാ പറഞ്ഞിരിക്കുന്നത്, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്ര ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കാൻ ഇരിക്കുന്നത് നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് ഈ കീഴടങ്ങലും അനുസരണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് ഭൗമിക ലോകത്തും ദൈവം വെച്ചിരിക്കുന്നതാണ് ഈ അധികാരം എന്ന് പറയുന്നൊരു വ്യവസ്ഥ. അപ്പൊ നമ്മള് ആ അധികാരത്തിന് കീഴടങ്ങുന്നിടത്ത് നമ്മൾ പ്രശംസയിലേക്ക് വരും, പ്രശംസ ലഭിക്കും. അല്ല, നമ്മൾ അനുസരിക്കാതിരിക്കുന്നിടത്താണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത്. അവിടെ പറയുന്നു, നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും എന്ന് പറഞ്ഞാൽ, നന്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അനുസരിക്കുക. അപ്പൊ അനുസരിക്കുമ്പം എല്ലാ മാനുഷിക നിയമത്തിനും കർത്താവിന്റെ നിയമത്തിനും അനുസരിക്കുമ്പോൾ നമ്മൾ അനുസരണത്തിന്റെ മക്കളായി തീരുന്നു. മറ്റേ നമ്മൾ അനുസരണക്കേടിന്റെ ആയിരിക്കുന്നു. ഒരിക്കൽ നമ്മൾ അങ്ങനെ ആയിരുന്നു ദൈവം പറയുന്നു. എഫീസിയർ 2 മുമ്പേ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, എഫീസിയർ 2:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, രണ്ടാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു.
അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. പക്ഷെ ഒരാൾ ദൈവത്തിലായി കഴിയുമ്പോൾ അവൻ അനുസരണത്തിന്റെ മകനായി തീരുക ചെയ്യും. അനുസരണക്കേടിന്റെ ആത്മാവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അനുസരണത്തിന്റെ ഒരു മകനായി തീരും. അവന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മത്സരിക്കുക എന്നുള്ളതല്ല, അനുസരിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ചർച്ചയിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത്ര ഗൗരവത്തിൽ നമുക്ക് പലപ്പോഴും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനോടുള്ള ബന്ധത്തിൽ വളരെ പെട്ടെന്നായി മത്സരം വരുന്നത്, വളരെ പെട്ടെന്ന്. അതിന്റെ കാരണം ആന്തരികമായ രൂപാന്തരം ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മള് ഇപ്പം ഈ എഫേസ്യർ 2 വായിച്ച പോലെ അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയാവിനെ അനുസരിച്ച് നടന്നപ്പം ഇതൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മൾ പ്രബോധിക്കപ്പെടുകയും വെല്ലുവിളിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ഇന്നും ആ ആത്മാവ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ പെട്ടെന്ന് തിരിച്ച് പ്രതികരിക്കത്തില്ല, വെല്ലുവിളിക്കത്തില്ല, മുറിപ്പെടത്തില്ല, അസ്വസ്ഥപ്പെടത്തില്ല, തിരിച്ചടിക്കത്തില്ല. ഒരു വേറൊരു ആത്മാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തന്നെ താഴ്ത്തി ദുഃഖിക്കുകയും അനുദപിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദിവസം ഏറ്റു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കർത്താവേ, എന്നോട് കരുണ തോന്നണം. ഇന്നും ആ ഉറവ പറ്റിയിട്ടില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, 2 തരം, മധുരമുള്ള വെള്ളം, കയ്പുള്ള വെള്ളം. അത് 2 ഉറവകളാണ്. ഒരിക്കൽ നമ്മളെല്ലാവരും കയ്പുള്ള വെള്ളത്തിന്റെ ഉറവകളായിരുന്നു. നമ്മളിന്ന് അത് കുത്തി ഒഴുകി പാഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുമ്പോൾ ഒരു മധുരമുള്ള വെള്ളത്തിന്റെ ഉറവ നമ്മളിൽ ആരംഭിച്ച് വർദ്ധിച്ചു വരണം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അനുസരിക്കുന്ന മനോഭാവം, പെട്ടെന്ന് കീഴടങ്ങുന്നു, ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് പത്രോസ് 3 വായിച്ചതുപോലെ അങ്ങനെ ഒരു മാറ്റം നമ്മളെ കാണുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ലഘുവായിട്ട് എടുക്കരുത്, അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കണം. അതൊരു നമ്മളെ നശിപ്പിക്കുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മുടെ ആത്മാവിൽ ഒരു ഇപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് 1 Thessalonians 5:16-17 പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിക്കും. നമുക്ക് സന്തോഷം, ഒരു വരൾച്ച ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ കാരണം എന്താ? നമ്മുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നില്ല, മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, എപ്പോഴൊരു അസ്വസ്ഥതയും അസമാധാനവും പരാതിയും. അതാണെങ്കിൽ അതിന്റെ കാരണം ഇതാണ്, നമ്മൾ എവിടെയൊക്കെയോ ദൈവിക വ്യവസ്ഥകളോട് മത്സരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സർക്കിളിൽ അത് കണ്ടെത്തേണ്ടത്. നമ്മുടെ സർക്കിളിനുള്ളിൽ, ഇപ്പം കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ. അത് കാണുന്നിടത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ മത്സരത്തിന്റെ ആത്മാവിനെ കണ്ടിട്ട് നമ്മൾ സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും കരയുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. മത്തായി 5:4 കർത്താവ് പറഞ്ഞു, ഇപ്പോൾ ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളിൽ അവശേഷിക്കുന്ന ഈ ദുഷ്ടത കണ്ടിട്ട് അതിനെക്കുറിച്ചൊരു ദുഃഖം നിരന്തരമായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. സുബോധമുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ദുഃഖത്തിലായിരിക്കും എപ്പോഴും നടക്കുന്നത്. തൻ്റെ തന്നെ അവസ്ഥ കണ്ടിട്ട് ഒരു ദുഃഖമുണ്ട്. ആത്മാവിൽ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെയും ആ കൂട്ടത്തിൽ തന്നെ തൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ദുഷ്ടത കണ്ടിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. അപ്പൊ ദുഷ്ടത, യാക്കോബ് അപ്പോസ്തലൻ ദുഷ്ടതയിൽ ആധിക്യം വിട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മെ തന്നെ ശോധന ചെയ്യുകയാണെങ്കിൽ ഈ ദുഷ്ടതയിൽ ആധിക്യം ഉള്ളപ്പോഴാണ് വളരെ പെട്ടെന്ന് നമ്മൾ ഈ 4 നിലയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. വളരെ പെട്ടെന്ന്. ഒന്നാമത് അനുസരിക്കാനുള്ള ആത്മാവല്ല, മത്സരിക്കാനുള്ള ഒരു ചിന്ത. കീഴടങ്ങാനല്ല, കീഴടങ്ങാതിരിക്കുക. അല്ല, സ്നേഹിക്കാനല്ല, സ്നേഹിക്കാതിരിക്കാൻ, കൈപ്പോടിരിക്കാൻ. ആദ്യം വരുന്ന തള്ള് ഉറവ അതാണെങ്കിൽ നമ്മുടെ മനസ്സ് ഇതുവരെയും നമ്മൾ ആത്മാവിൽ വെക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിന്നും ജഡത്തിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പം നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ നടക്കാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വീഴാറുണ്ട്. ഏതെങ്കിലും കുഞ്ഞ് നടക്കാൻ ശ്രമിച്ച് വീണതിന് ശേഷം നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ കരയും, അല്ലെ അവള് കരയും, പക്ഷെ ഒരിക്കലും നിരാശപ്പെട്ടിരിക്കത്തില്ല. അല്ലെ, കുറച്ചു നേരം
ആ വീഴ്ചയ്ക്ക് ശേഷം കരഞ്ഞതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് നടക്കാനാണ് ശ്രമിക്കുക. അല്ലാണ്ട് ഒരിക്കലും നിരാശപ്പെട്ടിരിക്കാറില്ല. പക്ഷെ നമ്മളെ ശോധന ചെയ്ത് നോക്കിയേ, ഒരു വീഴ്ചയ്ക്ക് ശേഷം നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഴ്ചയെക്കുറിച്ച് അനുദമിക്കുകയല്ല, നിരാശപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളോട് തന്നെ പറയും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നല്ലതാണ്, പക്ഷെ നടക്കത്തില്ല. ഉറ്റുനോക്കാൻ പോയ 10 പേര് പറഞ്ഞ പോലെ ഫലമൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് അവിടെ കീഴടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പോലെ ഒരു നിരാശയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ദൈവാത്മാവിനല്ലല്ലോ നമ്മൾ നടത്തപ്പെടുന്നത്. നമ്മൾ വീണ് കഴിഞ്ഞാൽ ദുഃഖിക്കാനും അനുഭവിക്കാനും ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും, ഒരിക്കലും നിരാശപ്പെട്ടിരിക്കാൻ പ്രേരിപ്പിക്കത്തില്ല. ചാടി എഴുന്നേറ്റ് വീണ്ടും നടക്കാനുള്ള ഉത്സാഹം ആത്മാവ് തരുന്നുള്ളൂ. നിരാശപ്പെടാനും എഴുന്നേറ്റ് നടക്കാതിരിക്കാനുമുള്ള ഒരു ചിന്ത വരുന്നത് എപ്പോഴും സാത്താനിൽ നിന്നായിരിക്കും. നമ്മുടെ ഉള്ളിൽ അവിടെയും നമുക്ക് മത്സരം കാണാൻ കഴിയും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, വീഴ്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ദൈവനല്ല എന്താ പറയുന്നത്? നമുക്ക് പാവമില്ലെന്നെങ്കിൽ എന്ന് പറയുന്നെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചി സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ സകല പാപങ്ങൾ ക്ഷയിച്ച് സകല അനീതിയും നീക്കി നമ്മളെ വിശദീകരിപ്പാൻ തക്കൊണ്ട് വിശ്വസന നീതിമാനുമാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പാപം കണ്ടാൽ ഏറ്റു പറയാനാ, അല്ലാണ്ട് നിരാശപ്പെട്ടിരിക്കാനോ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനോ സ്വയം പീഡിപ്പിക്കാനോ ഒന്നുമല്ല. അതെല്ലാം സാത്താനിൽ നിന്ന് വരുന്നതാണ്. ദൈവാത്മാവ് ഒരിക്കലും ആ തലത്തിൽ നമ്മളെ നയിക്കത്തില്ല. വീണോ പെട്ടെന്ന് നമ്മളെ എഴുന്നേറ്റ് നടക്കാനുള്ള പ്രേരണ തരുന്നത്. അനുഭവിക്കുക, ദുഃഖിക്കുക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, വീണ്ടും എഴുന്നേറ്റ് നടക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും പക്ഷേ ആ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിരാശരും ദുഃഖിതരും പരാതി പറയുന്നവരൊക്കെ ആയിട്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിമ്പിൽ ഒരു മത്സരത്തിന്റെ ആത്മാവുണ്ട്, ദൈവജനത്തോടുള്ള മത്സരം. അപ്പൊ ദൈവജനം നമ്മളോട് പറഞ്ഞ കാര്യം അനുസരിക്കാതെ അതിന് വിരുദ്ധമായ ഒരു മനോഭാവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ നിന്ന് ആ കാര്യങ്ങൾ പുറപ്പെട്ടു വരുന്നത്. നമ്മൾ ആ സത്യം മനസ്സിലാക്കി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വാഴുന്നവർ സൽപ്രവർത്തിക്കില്ല, ദുഷ്പ്രവർത്തിക്കുന്നവർ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നു, നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അപ്പൊ നമുക്കറിയാം, പൊതുവിൽ നമ്മുടെ ഉള്ളിൽ ഈ മനസാക്ഷിയോട് നമ്മൾ വിശ്വാസം കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിരന്തരമായ ഒരു ഭയത്തിലും നിരാശയിലും ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷെ ദൈവാത്മാവിന്റെ ശബ്ദത്തോട് നമ്മൾ കൂടുതലായിട്ട് പ്രതികരിക്കും തോറും ദൈവത്തിനൊക്കെ നമുക്ക് സന്തോഷകരമായിരിക്കും. എപ്പോഴും സന്തോഷിക്കാൻ നമ്മളോട് പറയുന്നു. എന്താ അതിന് കഴിയാത്തതിന്റെ കാരണം എന്താ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് സന്തോഷം തോന്നുന്നില്ല. പക്ഷെ സന്തോഷം തോന്നുമ്പോൾ സന്തോഷിക്കാനല്ല വചനം പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ. കാരണം പ്രാഥമികമായിട്ട് അതിന്റെ കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്: ഫിലിപ്പിയർ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. നമ്മൾ 1 തെസ്സലോനിയ വായിക്കുമ്പം എപ്പോഴും സന്തോഷിക്കാനാ പറയുന്നതെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പൊ കർത്താവിൽ സന്തോഷിക്കാൻ തന്നെ കാരണം എന്താ? നമ്മുടെ സകല പാപങ്ങളുടെയും കുറ്റം അവൻ തന്റെ മേൽ വഹിച്ച് നമ്മളെ ശിക്ഷാവധിയിൽ എന്നേക്കുമായിട്ട് സ്വതന്ത്രരാക്കി തീർത്തു. നമ്മളൊരു പാട്ടിലിങ്ങനെ പാടാറുണ്ടല്ലോ: ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതരായല്ലോ, വിമോചിതരായല്ലോ, ശിക്ഷായോഗ്യർ ദൈവത്തിൻ അവകാശികളായല്ലോ. പാടാം 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 നാം പുത്തൻ പാട്ടുകൾ പാടാം. അപ്പൊ എന്തുകൊണ്ടാണ് പാടുന്നത്? ശിക്ഷകളൊക്കെ പോയി നമ്മൾ രക്ഷിതരായി, വിമോചിതരായി. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപത്തിന് ശിക്ഷയില്ല, അതെല്ലാം കർത്താവ് വഹിച്ചു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ നമ്മളോട് പറയുന്നത്. മറ്റേ നമ്മുടെ സന്തോഷം കെടുത്തുന്ന കാര്യം പാപത്തിന്റെ ശിക്ഷയുടെ ഭയമായിരുന്നു. പക്ഷെ അത് കർത്താവ് തന്റെ മേൽ ഏറ്റു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ നിത്യരക്ഷയിലേക്ക് കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നു. നമുക്കിനി ശിക്ഷാവിധി ഇല്ല. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. പക്ഷെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ
നമ്മൾ പാപം നമ്മുടെ ഹൃദയത്തിൽ ഇടകൊടുക്കുമ്പോഴാണ് അവിടെ നമ്മുടെ സന്തോഷം പോകും. അവിടെ നമുക്ക് മടങ്ങി വരിക എന്നുള്ള ഏക വഴിയേ അവശേഷിച്ചിട്ടുള്ളൂ. നമ്മൾ ഏറ്റു പറയണം, കർത്താവേ, ഞാൻ പാപം ചെയ്തു. പഴയ നിയമത്തിൽ ഇങ്ങനെ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഒരുത്തും പാപം ചെയ്തിട്ട് അവന്റെ കണ്ണിന് മറഞ്ഞിരുന്നതിന് ശേഷം കുറെ കാലത്തിന് ശേഷം അവന് ബോധ്യം വരുന്നെങ്കിൽ അന്നേരം അവൻ പാപപരിഹാരത്തിനുള്ള ഒരു മൃഗമായിട്ട് ദേവാലയത്തിൽ വരണമായിരുന്നു. പിന്നെ പാപം ഏറ്റു പറയണം. നമുക്കും നമ്മുടെ ക്രിസ്തീയത്തിന്റെ യാത്രയിൽ പലപ്പോഴും പാപബോധം ഇല്ലാത്തവരായി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് പല കാര്യങ്ങളും പാപമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ വളരുമ്പോൾ അത് പാപമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഏറ്റുപറയുക, കർത്താവിനെ സന്നിധിച്ചെന്ന്. കർത്താവെ, അന്ന് എനിക്കത് പാപമാണെന്ന് തോന്നിയില്ല, പക്ഷെ ഇപ്പോഴാണ് അത് പാപമാണെന്ന് എനിക്ക് ബോധ്യമാകുന്നത്. ഞാൻ അനുദമിക്കുന്ന കർത്താവെ, എന്നോട് കരുണ തോന്നണം എന്ന് പറയുന്നിടത്ത് നമുക്ക് വീണ്ടും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. തുടർന്ന് ഇതിന്റെ 5-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസ്സാക്ഷിയെ വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അപ്പൊ എപ്പോഴും മനസാക്ഷിയുടെ ശബ്ദത്തോട് നമ്മൾ വളരും തോറും ഈ മനസാക്ഷിയുടെ ശബ്ദം കുറെ കൂടെ സജീവമാകും. നമുക്കറിയാം, ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കുക. ഒരു ചെറിയ കുഞ്ഞിനെ നമ്മൾ എത്ര ഒച്ച ഉണ്ടാക്കിയാലും നമ്മുടെ നേരെ നോക്കുകയില്ല. അത് ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ അതിനെ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് വളർന്നിട്ടില്ല. പക്ഷെ 2 മാസം, 2.5 മാസം, 3 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മൂലിക്കുന്ന ഒച്ച ഉണ്ടാക്കിയാൽ കൊച്ച നേരെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും. കാരണം അതിന്റെ സെൻസ് വളർച്ച പ്രാപിച്ചു, അതിന് തിരിച്ചറിയാനുള്ള കഴിവ് വരുന്നു. ആത്മീയമായിട്ടും അങ്ങനെ തന്നെയാണ്. ആത്മീയമായിട്ട് നമ്മളൊരു തീരെ ശിശുവായിരിക്കുമ്പം ഈ ശബ്ദം കേട്ടാലും നമുക്കത് തിരിച്ചറിയാനോ അതിന് പ്രതികരിക്കാനോ കഴിയത്തില്ല. പക്ഷെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കാനും എവിടുന്ന അല്ലെ ആരുടേതാണെന്ന് തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും ഉള്ള ഒരു കഴിവ് ദൈവം തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കഴിവ് വർദ്ധിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ശൗമേലിനെ ദൈവം വിളിച്ചു. പക്ഷെ ശൗമേല് വിചാരിച്ച് ഏലിയെ വിളിച്ചത്. ഓടി ഏലിപുരോഹിതന്റെ അടുക്ക ചെന്നു. ഏലിപുരോഹിതന് കാര്യം മനസ്സിലായി. ഇനിയും വിളിച്ചാൽ കർത്താവെ അരുളിച്ചെയ്യുന്ന അടിയൻ കേൾക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. വീണ്ടും കർത്താവ് വിളിച്ചു, പ്രതികരിച്ചു. നമുക്കറിയാം, അതിനുശേഷം തുടർച്ചയായിട്ട് ശൗമേലിനോട് ദൈവം സംസാരിക്കുമായിരുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല, ആരുടെ അടുത്ത് പോകണ്ട, എനിക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാം ദൈവത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ശബ്ദം തിരിച്ചറിയാനായിട്ട് കഴിയും. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്നത്. ന്യായപ്രമാണ കാലഘട്ടത്തിൽ 3-മതൊരാൾ വന്നിട്ട് വേണമായിരുന്നു ഈ ബോധ്യം നമുക്ക് തരാൻ. ദാവീദ് പാപം ചെയ്തു. ദാവീദിന് എപ്പോഴാണ് പാപം ചെയ്യുന്ന ബോധ്യം വന്നേ? എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞപ്പോഴാണ് ദാവീദിന്, അതുവരെ ഒരു ബോധമില്ലാത്തവനെ പോലെയാണ് ജീവിച്ചത്. പക്ഷെ പുതിയത്തിലേക്ക് വരുമ്പം അന്നേരം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ മനസ്സാക്ഷിയും നമുക്ക് ബോധ്യം തരും. നമ്മൾ അതിനെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ള വ്യത്യസ്തമായ ഒരു കാര്യം, പക്ഷെ ആ ബോധ്യം തന്നുകൊണ്ടേയിരിക്കും. ഹൃദയത്തിൽ ഒരു കയ്പ് വന്നാൽ, ഒരു നീരസം വന്നാൽ, ഒരു അസ്വസ്ഥത വന്നാൽ, അന്നേരെ ദൈവം കയ്യിനോട് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയും, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. കയ്യിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ആ ചോദ്യം നമുക്കും അഭിമുഖീകരിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ മുഖങ്ങൾ വാടിയിരിക്കുന്നത്? പലപ്പോഴും കാരണം പറഞ്ഞ പാപം നിന്റെ വാതിക്കൽ കിടപ്പുണ്ട്, നിന്റെ ആഗ്രഹം നിന്നോടാ, നീ എന്ത് ചെയ്യണം? ആ പാപത്തെ ജയിക്കണം. പാപത്തെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വാടിയിരിക്കത്തില്ല. പക്ഷെ ആ പാപത്തിന്റെ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അറിഞ്ഞിട്ട് നമ്മൾ അതിനോട് പ്രതികരിക്കാതിരുന്നാൽ, അതിനെതിരായിട്ട് പോരാടാതിരുന്നാൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, മുഖം വാടിപ്പോകും. പലപ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയാൽ നമുക്ക് എപ്പോഴും ഒരു സാഗ് ബ്രദർ പറയുന്ന പോലെ ഒരു മല കയറുന്ന പോലെയായത്. എപ്പോഴും സന്തോഷിക്കുക എന്നുള്ളത് ഒരു മല കയറുന്ന പോലെയാണ്. നമ്മൾ മുകളിലോട്ട് പോകും തോറും ഈ സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. തുടർന്ന് 6-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവശുശ്രൂഷന്മാരും ആ കാര്യത്തിനെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ, നികുതി കൊടുക്കേണ്ടതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടതിന് ഭയം, മാനം കാണിക്കേണ്ടതിന് മാനം. ഇതെല്ലാം ഒരു കടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
താഴ്ന്നു വരുമ്പം ഭയം കാണിക്കേണ്ടവന് ഭയം കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ കടക്കാരാ. മാനം കാണിക്കേണ്ടവനോടുള്ള ബന്ധത്തിൽ നമ്മൾ മാനം കാണിക്കാതിരിക്കുമ്പോൾ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നമ്മൾ കടക്കാരായി തീരുകയാണ് ചെയ്യും. എഫേസ്യർ 5:21 നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അത് ഭാര്യഭർത്തൃ ബന്ധത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന് മുമ്പാ അത് പറഞ്ഞു തുടങ്ങുന്നത്. അന്യോന്യം കീഴടങ്ങുവീൻ, അവിടെ പറയാൻ ദൈവത്തിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങുവീൻ. ആ ഒരു വചനം നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തെളിഞ്ഞിരിക്കും. എപ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും, നിരാശയില്ലാത്തവരായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നെങ്കിലും ഈ അനുസരണത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ അനുസരണത്തിന്റെ വഴിയിലായി സന്തോഷം വർദ്ധിച്ചു വരുന്നത്. നമ്മൾ അനുസരിക്കും തോറും നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിറഞ്ഞു കവിയുന്ന ഒരു തലത്തിലേക്ക് അത് വളരാനായിട്ട് തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം കുറഞ്ഞു 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 പോയിക്കൊണ്ടേയിരിക്കും. നാച്ചുറലായിട്ട് നമ്മളിൽ കാണേണ്ട ഒരു സന്തോഷം നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. മനഃപൂർവ്വം നമ്മൾ ചിരിക്കാനൊക്കെ ശ്രമിച്ച് ഒരു പ്രസന്ന ഭാവമൊക്കെ നടിച്ച് അങ്ങനെ നമുക്കത് കഴിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് നമ്മൾ പ്രതികരിക്കുകയും ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യും തോറും നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, നിറഞ്ഞു കവിയും സന്തോഷം യാചിപ്പി അനുഭവിച്ചു കൊള്ളുവീൻ. നിറഞ്ഞ കവിയും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് കവിയുന്ന ഒരു സന്തോഷമുണ്ട്. നാച്ചുറലായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഉള്ളിൽ നിറഞ്ഞിട്ട്. നമ്മുടെ ഉള്ളിൽ പാപം കിടക്കുമ്പോൾ, ഇപ്പം ദൈവാത്മാവ് പാപമൊന്ന് ബോധ്യം തന്ന പല കാര്യങ്ങളോടും നമ്മൾ പോരാടുന്നില്ലെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും മ്ലാനമായിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ പാപത്തിന് ഇട കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, ജീവനെ കെടുത്തിക്കളയുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ഏതളവിൽ പാപത്തോട് പോരാടുന്നു. ഇപ്പൊ പാപം എന്ന് പറയുമ്പോൾ മത്സരം വളരെ കഠിനമായൊരു പാപമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശൗമേൽ പ്രവാചകൻ ശൗലിനോട് പറയുമ്പോൾ മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് തുല്യം. അപ്പം നമ്മൾ മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അധികാരങ്ങളോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ മത്സരം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളെപ്പോഴും മ്ലാനവതരായിരിക്കും, ഭാരം വഹിക്കുന്നവരായിരിക്കും, അസ്വസ്ഥരായിരിക്കും, സമാധാനം കെടുത്തിക്കളയുന്നവരായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഈ അധികാരത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവത്തെ സൗരസന്മാരെ നമുക്ക് ശോധന ചെയ്യാം. അപ്പം ഒരു ഭർത്താവ് മത്സരിയാണെന്നുള്ളത് ദൈവമായുള്ള ബന്ധത്തിലാണ് തിരിച്ചറിയുന്നത്. ഇപ്പൊ ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങണമെന്ന് പറയുമ്പോൾ ഭർത്താവ് ദൈവത്തിന് കീഴടങ്ങുന്നവനായിരിക്കണം. അപ്പൊ ഭർത്താവ് ദൈവത്തിന് കീഴടങ്ങുന്നവനല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു മാനുഷിക രീതിയിലുള്ള താൽക്കാലിക സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പം ഭാര്യ തിരിച്ചൊന്നും പറയുന്നില്ല, പൂർണ്ണമായിട്ട് അനുസരിക്കുന്നു, വിധേയപ്പെടുന്നു, അതൊക്കെ കാണുമ്പോൾ വരുന്ന ഒരു സന്തോഷമുണ്ട്. ശാശ്വതമല്ല. ആ ശാശ്വത സന്തോഷം ഒരു ഭർത്താവ് തലയായി ക്രിസ്തുവിനെ ഏതളവിൽ കീഴടങ്ങുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. പൂർണ്ണമായിട്ട് തലയ്ക്ക് വിധേയപ്പെടുകയും ഏൽപ്പിച്ചു കൊടുക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിന്റെ അളവിലാണ് ഒരു സഹോദരനിൽ സന്തോഷം വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിന് മുമ്പാകെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ സ്വാഭാവികവും കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് തുല്യൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ കാണാം. നമ്മളെ തന്നെ കണ്ടിട്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ഇവിടെയും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് ഇട കൊടുക്കരുത്. എപ്പോഴും നിരാശ സാത്താനിൽ നിന്ന് വരുന്നതാണ്. അതിന്റെ പിതാവ് സാത്താനാണ്. നമ്മൾ നിരാശയോട് എപ്പോഴും എതിർത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ പ്രത്യാശ ഏറ്റു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ. മീഹാപ്രവചനത്തിലാണെന്ന് ഇങ്ങനെ വാക്യമുണ്ട്, എൻ്റെ ശത്രുവായുള്ളോടെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, ഞാൻ വീണാലും എഴുന്നേൽക്കും, വിലംബരിച്ചാകുകയില്ല. മീഹാപ്രവചനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു.
7-ാം അധ്യായം 8-ാം വാക്യമാണ്. എന്റെ ശത്രുവായുള്ള എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവനെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. നമ്മുടെ മനോഭാവം എപ്പോഴും ഇതായിരിക്കണം. വീണാലും എഴുന്നേൽക്കും. വേറെ ഭാഗത്തിങ്ങനെ വായിക്കാൻ, എന്റെ നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ നിലംപരിചാകത്തില്ല. നിലംപരിചാകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരാശപ്പെട്ട്, ആകുലപ്പെട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ഒരു ദൈവത്തെ സംബന്ധിച്ച് ഒരിക്കലും നിരാശയ്ക്ക് അവന്റെ ജീവിതത്തിൽ ഇടകൊടുക്കാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് വേണ്ട സന്തോഷിക്കാനും പറ്റും, നിരാശപ്പെടാനും പറ്റും. നമ്മൾ നിരാശയിൽ നമ്മുടെ ജഡത്തിൽ മനസ്സ് വെക്കുമ്പോഴാണ് നിരാശ വരുന്നത്. ആത്മാവിൽ മനസ്സ് വെക്കുമ്പം നമുക്ക് സന്തോഷിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജീവന്റെ മാർഗത്തിൽ നടന്ന് ദൈവേഷ്ടം പൂർത്തീകരിക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. അനുസരണത്തിന്റെ വഴി വളരെ സീരിയസ് ആയിട്ട് നമുക്ക് എടുക്കാം. മത്സരം വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പനകളെ ഹൃദയപൂർവ്വം അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പോരാട്ടത്തിൽ കർത്താവിനോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവേ, ഈ രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വക്രം നിറഞ്ഞ ലോകത്ത് മത്സരത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവെ, അനുസരണത്തിന്റെ മക്കളായിട്ട് അടിയങ്ങളെ വിളിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പോരാട്ടം കഴിച്ച് അനുസരണത്തിൽ നടപ്പാനും കീഴടങ്ങുന്നവരായിരിക്കാനും അടിയങ്ങളെ അഭ്യസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളില് സുബോധത്തോടെ ഇരിപ്പാൻ തക്കണം ആത്മാവിനായിട്ട് അടിയങ്ങളെ നിറച്ച് അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സമ്പൂർണ്ണ ഇഷ്ടം നിറവേറ്റണമെന്ന് അങ്ങോട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.